നമ്മൾ 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നൊരു 7 അടി 8 അടി ഉയരത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം പൊങ്ങി ഒരു 3 ദിവസം നിന്നിരുന്നതാണ്. ശരി. അപ്പോൾ ഈ വീട് 3 ദിവസം വെള്ളം മുങ്ങി കടന്നു. അതിന് ശേഷം നമ്മളപ്പോഴത്തേക്കും റീലൊക്കേറ്റ് ചെയ്ത് നമ്മൾ പല ആൾക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്ത് പല മറ്റുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അടച്ചിട്ട വീടിനകത്ത് പോലും ജനലുകൾ വരെ പൊട്ടി, ചെളി മാത്രമല്ല ഈ നമ്മൾ മനുഷ്യരെല്ലാവരും ഉപേക്ഷിച്ച് ജലാശയങ്ങളിലേക്ക് പോയ പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം വന്ന് തീരത്തടിഞ്ഞു. അതായത് നദി അത് തിരിച്ചുപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തില് ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതെ അല്ലേ? അതെ. ഇത് നമ്മളിപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നഗരങ്ങളിലെ ഖരമാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഇപ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻ്റ് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കാണാമല്ലോ റോഡ് സൈഡിൽ ആളുകൾ വേസ്റ്റ് എറിയുന്നു. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകുന്നു. പക്ഷേ ആ എറിയുന്ന വേസ്റ്റ് എന്ത് പറ്റും? അത് സ്ട്രേ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നു. സ്ട്രേ ഡോഗ്സിൻ്റെ എണ്ണം കൂടുന്നു, കൊതുകിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ എറിഞ്ഞ് കളയുന്ന ഒരു മാലിന്യം എന്ന് പറയുന്നത് പട്ടിയായിട്ടും കൊതുകായിട്ടും നമ്മൾ തിരിച്ച് കടിക്കുന്ന തരത്തിൽ നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തും പോകുന്നില്ല. നമ്മൾ മാറിയ നമ്മളുടെ ജീവിത രീതി, മാറിയ നമ്മളുടെ അഫ്ലുവൻസ്, ഇത് രണ്ടുമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എറിഞ്ഞു കളയാനായിട്ട് ഇത്രമാത്രം കാര്യങ്ങളില്ല, ഇത്രമാത്രം കൺസംഷനില്ല. കൺസംഷൻ്റെ രീതി തന്നെ മാറി. ഇപ്പോൾ തന്നെ നമ്മൾ മിക്കവാറും ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന എന്തുമാത്രം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസ്പോസ് ചെയ്യപ്പെടേണ്ട മാലിന്യങ്ങളാണ് അതിൻ്റെ ഒപ്പം നമുക്ക് വരുന്നത്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനം നമ്മൾ ഉണ്ടായിട്ടില്ല, അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇത് രണ്ടും കൺകറൻ്റായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ പ്രോഗ്രസീവ്ലി കം ഡൗൺ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും പ്രോഗ്രസീവായിട്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് കം ഡൗൺ ബിക്കോസ് ഓഫ് ദിസ്. ഡൽഹിയിലാണെങ്കിൽ എയർ പൊല്യൂഷനായിട്ട്, മറ്റു നഗരങ്ങളിലാണെങ്കിൽ കൊതുകായിട്ട്, ചില നഗരങ്ങളിലാണെങ്കിൽ വെള്ളമില്ലാത്തതായിട്ട്, അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ കം ഡൗൺ. ശരിക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ദുരന്തം തന്നെയാണ് സത്യം പറഞ്ഞത്. ഇപ്പം നമ്മളെല്ലാം ഇപ്പോഴും നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് റോഡിൽ നിന്നൊരു മുട്ടായി പൊളിച്ച് അതിൻ്റെ കവർ താഴെ ഇടുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നത്. അത് പോക്കറ്റിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഡസ്റ്റ്ബിനിൽ ഇടുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു സാധനം കുപ്പി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുക. ഇതൊക്കെ ശരിക്കും ചെറുപ്പം മുതൽ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ച് വരേണ്ട കാര്യമല്ലേ? അതുപോലും ഇപ്പോഴും നമ്മൾ ബേസിക് ലേണിംഗ് ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കാണുന്ന എന്താണെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ EVS എന്നെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അസോസിയേറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടില്ല. കുട്ടി ഈ മൊട്ടായിട്ടതും കയ്യിൽ വെച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ഇടണമെന്ന് കാണിക്കാനായിട്ട് ഒരു സ്ഥലമില്ല. അപ്പൊ അതുകൂടി കൺകറന്റ് ആയിട്ട് വന്നാൽ മാത്രമല്ലേ ആ പ്രശ്നം സോൾവ് ആവുള്ളൂ. ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം നഗരങ്ങളിൽ ഒരു പരിധി വരെ മിക്കവാറും മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പല മാലിന്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറിയില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ട്യൂബ് ലൈറ്റ് ഫ്യൂസ് ആവുന്നു, സാനിറ്ററി നാപ്കിൻസ് എവിടെ പോകുന്നു. അപ്പോൾ അതിനൊരു മാസത്തിൽ ഒരിക്കൽ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഫിഷ്യൻ്റ് അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പെരുമ്പാവൂരിൽ കൂടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഈ ഹൗസ് ഹോൾഡ് ഇൻസിനറേറ്റേഴ്സ് വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നു. അത് അതിൻ്റെ പ്രധാന ആവശ്യം ഈ അഡൽട്ട് ഡയപ്പർ പോലെയുള്ള ഏതാണെന്ന് പറഞ്ഞാൽ അഡൽട്ട് ഡയപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവില്ലോ. വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, പ്രായം ആളുണ്ടെങ്കിൽ, അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ ആളുകൾ ഇത് വാങ്ങുകയാണ്. അത് ഈ ഹരിതകർമ്മ സേനക്കാർ അവർ കൊണ്ടുപോകത്തുമില്ല. ഇല്ല അവർക്ക് അല്ലെങ്കിൽ തന്നെ അവർ എല്ലാ ദിവസവും വരുന്നൊരു രീതിയിലല്ലോ ഗ്രാമങ്ങളിലൊന്നും. അപ്പോൾ അനവധി 100 കണക്കിന് ഈ ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്. ഞാനത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചോദിച്ചു, ഇതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി? ബിക്കോസ് ഐ ഓൾസോ നീഡ് സംതിങ്. അല്ല, ഇത് വാസ്തവത്തിലൊരു പ്രോപ്പർലി ലീഗലായിട്ടുള്ളൊരു സാധനമല്ല. ബിക്കോസ് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്നും മാനേജ് ആയിട്ടുള്ള ഇതിലല്ല അത് ഇൻസിനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡുവൽ ചേംബർ ഇൻസിനറേറ്ററാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അത് മാത്രമേ ലീഗലായിട്ടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വേറൊരു സൊല്യൂഷൻ ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്? ആളുകൾ ഒരു ഇൻട്രീം സൊല്യൂഷൻ എടുക്കുന്നു, വിച്ച് ഓൾസോ മേ നോട്ട് ബി എൻവയോൺമെൻ്റലി ഒപ്റ്റിമൽ. അപ്പോൾ ആ ഖരമാലിന്യമാണെങ്കിലും ദ്രവമാലിന്യമാണെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനം കൂടി ഈ അവയർനെസ്സിനോടൊപ്പം കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യു ഫീൽ വെരി അപ്സെറ്റ്. എന്നോട്
എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വീട്ടിൽ ഒരു എറണാകുളം ടൗണിൽ താമസിക്കുന്ന ഒരാളാണ്. വേറൊരു സ്ഥലത്തും പോകാനില്ലാത്ത വേസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബാസ്ക്കറ്റിലാക്കി എവിടെയെങ്കിലും എറിയല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷെ അതിനും എൻ്റെ മകൻ കൂടെ വരില്ല. ബിക്കോസ് ആ മകൻ്റെ അവയർനെസ്സും കോൺഷ്യൻസും വളരെ ഹൈ ആണ്. പക്ഷേ എനിക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം ഓഫ് അവയർനെസ്, ഇറ്റ്സ് ഓൾസോ എ പ്രോബ്ലം ഓഫ് പ്രൊവൈഡിങ് appropriate infrastructure to support it. Of course it costs money also. നമ്മൾ ഈ അർബൻ ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ കുറച്ച് സ്ഥലത്ത് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലുള്ള പോലെ ഒരു വേസ്റ്റിനാണെങ്കിലും മറ്റുള്ളതിനോ ക്യാരിങ്ങിനുള്ള സ്പേസ് ഇല്ല. സോ എവറിത്തിങ് ഹാസ് ടു ബി ദെൻ കോസ്റ്റഡ് ഇൻ ടു. ആ കോസ്റ്റ് ഒരു പരിധി വരെ നമ്മൾ ഇപ്പോൾ പരിസ്ഥിതിയിലേക്ക് തള്ളുകയാണ്. ആ പരിസ്ഥിതിയിലേക്ക് തള്ളുന്നതാണ് ഈ കൊതുകൊക്കെ ആയിട്ട് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വരുന്നത്. സോ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പ്രോബ്ലി വി വിൽ സ്പെൻഡ് മോർ മണി ഓൺ സാനിറ്റേഷൻ ആൻഡ് ഹെൻസ് ലെസ് മണി ഓൺ ഹെൽത്ത്.